എന്താണ്ടാ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണില്ലേ? ഓക്കെന്തായി പോയി? ആ ഓക്കൊന്നാവൂല, ആവാൻ പോണത് നിങ്ങക്കാ. കാര്യം പറയട്ടെ ഇമാറ. ഓളെ കെട്ടിയിരിക്കണെന്ന് ഞമ്മള് മുടിഞ്ഞ സത്യോളി പറയണത്. ഞമ്മക്ക് പോയി അയച്ചിടാൻ പറ്റുമോ നോക്കാം. പണ്ടാറണങ്ങ എനിക്ക് പറഞ്ഞാലും മനസ്സിലാവൂലേ? ഞാൻ പറഞ്ഞ കെട്ട് അയക്കാനും പറ്റില്ല, അറക്കാനും പറ്റൂല. മൊയ്തൂട്ടി ഹാജി മിന്നു കെട്ടിയ കാര്യം ഞമ്മള് പറഞ്ഞത്. ഓളോന്റെ ബീവിയാ, ബീഡരി. നിങ്ങളെന്താണ് കോഴി നിലാവത്ത് നിക്കണമാര് നിക്കണത്? വിട്ടേക്കിന്ന്. ഓളില്ലെങ്കിൽ ഓളുടെ ഉമ്മ. ഈ ദുനിയാവില് വേറെ പെണ്ണുങ്ങളില്ലെന്ന്. നല്ല ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് നിങ്ങൾ ഒന്നുകൂടി സ്നേഹിക്ക്. അങ്ങനെ പറയല്ല ഉസ്മാനെ. ഓള് ഞമ്മടെ നെഞ്ചില് ഒരു കൂട് കൂട്ടിക്കണം. ഇല്ലല്ലോ, നിങ്ങൾ എന്താണ് ഈ പറയണത്? നിങ്ങൾ വേഗം ചെന്നാ കൂട് പൊളിച്ചോളി, അല്ലെങ്കിൽ ഹാജിയാരെ വന്ന് ഇങ്ങനെ നെഞ്ചും നമ്മളെ കൂട് പൊളിക്കും. ഓ, ഈ കൂന്താലിക്കാരുടെ ഇടിന്ന് വെച്ച നല്ല ഉസിരുള്ള ഇടിയാണിക്ക. ഇടിക്കേ കുത്തുകേ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞമ്മള് മുന്നാക്കം വെച്ച കാല് പിന്നാക്കം വെക്കൂല. ഓളെ ഞമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടായി പോയി. ഇങ്ങക്കൊല്ല ഭ്രാന്തണ്ട? അതേടാ ഉസ്മാനെ, ഈ മുഹബത്ത് എന്ന് പറയണ ഒരു ജാതി ഭ്രാന്താണ്. സ്നേഹിച്ചു പോയാ പിന്നെ കണ്ണും മൂക്കും കാതൊന്നും തിരൂല. നമ്മൾ പറയണത് നിനക്ക് മനസ്സിലാവണ്ട. ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? സ്നേഹിച്ചു പോയാ പിന്നെ അത് ബെല്ലോന്റെ മോളാണോ, പെങ്ങളാണോ, ഭാര്യയാണോ, ഉമ്മയാണോ, ഉമ്മുമ്മയാണോ എന്നൊന്നും ഞമ്മക്കറിയേണ്ട കാര്യമില്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അതന്നെ. എന്റെ പഠിച്ചോനെ കഥകളെ. ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജഗോപാലയാണെന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് കയറിയത് നമ്മൾ പുറകെ ഓടി വന്ന് ഒരേ രാത്രിക്ക് പോണത് കണ്ട് എന്തിനാ തൊള്ളകീരണേ? ഞമ്മള് കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് പോയി നമ്മൾ പുറകെ കയറി നോക്കാം. വല്യമ്മ പടി കയറി പാമ്പ് പാമ്പ് കിട്ടിയ ഞമ്മള് വിടൂല. ഓനെ മയ്യത്താക്കിട്ട് കൈയിട്ട് തൂക്കിട്ട് ഒരു ഉത്സവത്തിന്റെ കൂട്ടമുണ്ടല്ലോ, എന്താ എല്ലാരും പുറത്തു കൂടി നിൽക്കുന്നേ? നമ്മളെ പുറയിലൊരു പാമ്പ് കയറി, വലിയ രാജവെമ്പാല. എവിടുന്ന് വന്നു? ആ, ഒരു ബൈബോക്കം പറഞ്ഞ് ഓര് കണ്ട് ആളുള്ളിലേക്ക് വടിയും കൊണ്ട് പോയിരിക്കണു. വഴിപോക്കനോ? ആരായാണ്? ആ ഈത്തപ്പഴവും വളയൊക്കെ വിൽക്കാവുന്നില്ലേ, ഓനാ. പടച്ചോനെ, ആ ഹരാൻ പറഞ്ഞോനാ. ഓൻ നല്ല ഉശിരുള്ളവനാ. ഓന്റെ ഉശിരി ഇന്നത്തോടെ തീരും. ഉള്ളി പോണ്ട, നല്ല ബെസ്സുള്ള ജാതിയെന്നാ പറഞ്ഞേ. ആ ബെഷപ്പല്ല് നമ്മൾ ഇന്ന് അടിച്ചളക്കും. അവനാ പാമ്പിനെ കിട്ടിയ? പാമ്പിനെ കിട്ടിയില്ല, ഒരു പന്നിനെ കിട്ടി. അപ്പൊ രാജവെമ്പാല? രാജവെമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു. വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. എല്ലാം ഇവന്റെ കുരിശ് പണിയാണ്. പോരേക്കറ കാളമായി പാമ്പിനെ പിടിക്കാനാ? ഈ ആരാടാ പാമ്പാട്ടിയ? നമ്മളെ പൊരേ കയറാൻ പാടില്ല എന്നോട് നമ്മള് പറഞ്ഞല്ലടാ. കച്ചവടത്തിന് കയറണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? പിന്നെ ഇപ്പൊ എന്തിനാ ഈ വന്നത്? അന്റെ ഉമ്മാന്റെ മയ്യത്തെടുക്കാനാ? പിന്നെ അന്റെ ഉപ്പൂപ്പാനെ ഉമ്മുമാനെ പറയട്ടാ. ഇറങ്ങടാ പന്നി ചാപ്പിട്ടി ഇറക്കണ. അവനാ കക്കാൻ വന്നോനാ. മേലിൽ നമ്മളെ മുമ്പ് കണ്ടുപോരുത്. ഈ പഠിക്കുന്നല്ല, ഈ നാട്ടിന്ന് ഇരുട്ട് മുമ്പ് പൊക്കോളണം. അല്ലെങ്കിൽ അന്റെ മയ്യത്ത് നമ്മളെ കൈ കൊണ്ടായിരിക്കും. കേറിപ്പോ എല്ലാത്ത്. പാമ്പുണ്ടാ? ഉണ്ടില്ല. ഉണ്ണാൻ ഇലയിട്ട് കിട്. ചെന്ന് വിളമ്പി കൊടുക്കി. ആ സെയ്ത്താന്റെ ബാലിൽ തൂങ്ങി നടക്കുന്ന ഇബിലീസ് അല്ലേ അത്? ആ, അവൻ തന്നെ. ഓനെ ഇങ്ങോട്ട് വിളിക്ക്. ഓയ് വാടോ ഇങ്ങോട്ട്. വേഗം വാടോ. എന്താണ്ടോ സഞ്ചിയില്? അരിയും തേങ്ങയും കുറച്ച് പോയ മീനും. ആഹാ, ഇത് എത്ര ദിവസം കഴിക്കാനുണ്ടാവും?
ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് വാങ്ങിച്ച് ഇടക്കിടക്ക് പീടിയ പോകണ്ടല്ല. അപ്പൊ രണ്ടാളും കുറെ കാലം കൂടി നാട്ടിലുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇനി കൂന്താലി പോയെന്ന് കക്ക വാരി കച്ചവടം ചെയ്യാന്നൊക്കെ പറയണത്. വളക്കച്ചവടം അന്നത്തോടെ നിന്നല്ല. അതിനേക്കാൾ നല്ലൊരു കച്ചവടം ഉണ്ട്. ആഹാ, അതെന്താണ്? ചെളിക്കച്ചവടം. അതാവുമ്പോ പുഴയിൽ ഇറങ്ങണ്ടല്ല, രണ്ടിന്റെ തലക്കകത്ത് തന്നെ നിറച്ചുണ്ടല്ല. റഹ്മാനെ, സലീമേ, ഇങ്ങോട്ട് വരി. അട്ടക്കാലൻ ആയമൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങി മുതലാളി. വിളിച്ചോണ്ട് പറഞ്ഞ മുതലാളി. വേണ്ടി വരും. 2 ഹിമാറുകളുടെ ഓരോ കൈയും കാലും വെട്ടിയെടുക്കാൻ അയമൂട്ടിക്ക് എന്ത് കായ് കൊടുക്കേണ്ടി വരും? മുതലാളി പറഞ്ഞാൽ മൂപ്പര് കായ് വാങ്ങാണ്ട് എത്ര കൈയും കാലും വേണേലും വെട്ടിയാലൂല്ലേ? എന്നാ അവനോട് വരാൻ പറയട്ടെ. വേണ്ട, ഓൻ വരുന്നവരെ കാത്തിക്കാനുള്ള ശ്രമം ഞമ്മക്കില്ല. എടുത്തോണ്ട് വാടാ കളപ്പുരയെന്ന് മണ്ണെണ്ണ. 2 എണ്ണത്തിനെയും കത്തിച്ചിട്ട് അതിന്റെ ചാരം ഞമ്മക്ക് തെങ്ങിന് വളായിട്ടിടാ. ഹലോ, രക്ഷിക്കണേ. ഹലോ, എന്ത് ചേലിക്കടാ വന്നിരിക്കണേ? ഈ അരി വാങ്ങാൻ പോയതല്ലേ? പോയതരി വാങ്ങാൻ കിട്ടിയതടി. അടിയും തൊയ്യും കൊണ്ട് ഞമ്മള് നക്ഷത്രണ്ടി പോയി. ദിക്കറിയാണ്ട് വാങ്ങിട്ട് പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് ഇങ്ങെത്തിയത്. വെളിച്ചാവും മുമ്പ് പോയകളെന്നോളാൻ പറഞ്ഞിരിക്കുകയാണ് ആചാര്. വേഗം ഭാര്യ കെട്ടിക്കോളി. നമ്മൾ പോണില്ല. ആചാര്യ ഹാളിൽ നിൽക്കാണ്. കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കിന് പൊന്നീച്ച പറക്കണം. വീക്കണത് ഈ പോണെങ്കിൽ പോടാ, ഞമ്മക്കാരല്ലേ പേടില്ല. ഇങ്ങനെ മയ്യത്തടുത്ത തീക്കളിയാണ് ഈ കളിക്കണത്. എന്നാ ഞമ്മക്ക് എന്തല്ലോ നമുക്ക് വയ്യേ. വേഗം ഭാര്യ എടുക്കടാ. തീയും പുകയും പറപ്പിച്ചോണ്ട് കൂട്ടം പറഞ്ഞ. എന്റെ അല്ലോ, നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ആചാര്യ പറഞ്ഞേക്കണത്. അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? ഹലോ, പോയി. എന്തോ നോക്കിക്കണേ. എന്റെ സൗണ്ട് കെട്ടിയണ്ടാ. പണ്ട് ചെട്ടിയിൽ പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കി കടിക്കാനും പിടിക്കാനും കിട്ടാൻ എടുത്തോണ്ട് ഓടിക്കോ. തല തിരിഞ്ഞു പോയാ. തലയല്ല തിരിഞ്ഞത്, കുപ്പായോ. എന്റെ തല പറ്റ തിരിഞ്ഞല്ലേ കിട്ടി പറക്കണ. ഓ, എന്റെ തുണി. വേഗം പാടാ, പടയിങ്ങെത്തി. എന്താ ഇത് വീട് കളിക്കണ? എന്താണ് ഇത്? വന്ന് കയറ്. കയറ്. ഞാൻ കയറിയിരിക്കില്ല, നീ വന്ന് കയറ്. കത്തിക്ക് ആള് പറഞ്ഞ കയറണ. അതല്ലേ കയറ്. കാലിക്കെട്ട് കാലിക്കട്ട കണ്ണൂര് എവിടെ വേണേലും പോ. ഈ സൈക്കിളിൽ വന്ന് കയറ്. ഒരു പണ്ടാല കയറിന്റെ കാലെ കുരുങ്ങി ഒരുങ്ങെത്തി. ആരാണ് ഇങ്ങളെ തല്ലിയത്? ആരാണ് ഇങ്ങളെ തല്ലിയത്? ആരായാലും നമ്മൾ വെറുതെ വിടൂല. അത് ശരി. ഉസ്മാനെ കേറി പാടാ. ഉസ്മാനെ വേണ്ടക്ക, നമ്മളിവിടെ ചത്തോളാ. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചാവാല. ഇവര് നമ്മളെ കൊല്ലാൻ വന്നല്ല, ലക്ഷിക്കാൻ വന്ന. കേറി വാ.